താനൂർ ബോട്ട് ദുരന്തത്തിനിടയാക്കിയ ബോട്ടിന് ലൈസൻസ് നൽകിയതിൽ മുൻ മന്ത്രിമാരുടെ പങ്ക് അന്വേഷിക്കണമെന്ന് യൂത്ത് ലീഗ്. അറ്റ്ലാന്റിക് എന്ന ബോട്ടിന് ചട്ടങ്ങൾ മറികടന്ന് ലൈസൻസ് നൽകി എന്നതാണ് ആരോപണം. മന്ത്രിമാരായിരുന്ന അഹമ്മദ് ദേവർകോവിലിനും വി അബ്ദുറഹ്മാനുമെതിരെ യൂത്ത് ലീഗ് മുഖ്യമന്ത്രി വി ഡി സതീശന് പരാതി നൽകി. 24 ബ്രേക്കിംഗ്. ബോട്ട് ദുരന്തവുമായി ബന്ധപ്പെട്ട് അറ്റ്ലാന്റിക് എന്ന് പറയുന്ന ബോട്ടിന് ലൈസൻസ് നൽകിയതുമായി ബന്ധപ്പെട്ട് ഉന്നത ഇടപെടലുണ്ടായിട്ടുണ്ട്. ഇവിടെ സർക്കാർ നിയോഗിച്ച ജുഡീഷ്യൽ കമ്മീഷനോ പോലീസോ മറ്റു അന്വേഷണ ഏജൻസികളാരും മാരിടൈം സിഒ ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥർക്ക് ആരാണ് ഈ ബോട്ടിന് ലൈസൻസ് നൽകാൻ നിർദ്ദേശിച്ചത് എന്ന കാര്യം അന്വേഷിച്ചിട്ടില്ല. ആയതുകൊണ്ട് ഒരു ഫിഷിംഗ് ബോട്ട് എന്ത് ചട്ടങ്ങൾ മറികടന്ന് ഏത് മാനദണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, ആരുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ്, ഏത് പൊളിറ്റിക്കൽ ഇൻ്റർവെൻഷൻ്റെ ഭാഗമായിട്ടാണ് ഈ ബോട്ട് ഫിഷിംഗ് ബോട്ട് ഒരു ടൂറിസ്റ്റ് ബോട്ടാക്കി മാറ്റിയത്? ഈ ബോട്ടിന് ലൈസൻസ് നൽകാൻ ഉന്നതരുടെ ഇടപെടലുണ്ടായിരുന്നു. അത് ഇവിടുത്തെ നിയമസഭാ സാമാജികനായിരുന്ന കായിക മന്ത്രി വി അബ്ദുറഹ്മാനും തുറമുഖം വകുപ്പ് മന്ത്രി ദേവർകോവിലിൻ്റെയും ഇടപെടലാണെന്നുള്ളത് പകൽ പോലെ വെളിച്ചത്തിൽ ഇവിടെ എല്ലാ ജനങ്ങൾക്കും മനസ്സിലായ കാര്യമാണ്. പക്ഷേ ഭരണം അവരുടെ പക്ഷത്തായിരുന്നു. ആ ഭരണത്തിൻ്റെ മറവിലാണ് ഇതെല്ലാം ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചത്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ ബോട്ട് ദുരന്തവുമായി ബന്ധപ്പെട്ട് ഒരു കമ്മീഷനെ വെക്കുകയും ആ കമ്മീഷൻ ആ സർക്കാരിൻ്റെ കാലാവധി കഴിയുന്നതിന് മുമ്പ് തന്നെ അന്വേഷണം പൂർത്തീകരിച്ചിട്ട് 2 നിയമസഭാ സമ്മേളനം കൂടിയിട്ടും ഈ അന്വേഷണ റിപ്പോർട്ട് നിയമസഭയിൽ അവതരിപ്പിക്കുകയോ പൊതുജനങ്ങളിടയിലോ അല്ലെങ്കിൽ ഒരു പത്രസമ്മേളനം വിളിച്ച് ഈ അന്വേഷണ റിപ്പോർട്ട് പറയുകയോ ചെയ്തിട്ടില്ല. ഇന്നും ആ റിപ്പോർട്ട് അതേപോലെ പൊടി പിടിച്ചു കിടക്കുകയാണ്. ഇത്തരം വിഷയങ്ങളെല്ലാം വെളിച്ചത്ത് കൊണ്ടുവരാനാണ് മുസ്ലിം യൂത്ത് ലീഗ് UDF സർക്കാരിൻ്റെ പക്കിലേക്ക് സമർപ്പിച്ചിട്ടുള്ളത്. നിഖിൽ പ്രമേഷ് മലപ്പുറത്തുണ്ട് വിവരങ്ങളുമായി. നിഖിൽ, ഈ താനൂർ ബോട്ട് ദുരന്തവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ലൈസൻസ് നൽകിയതിലെ ക്രമക്കേടൽ അന്വേഷണം വേണം എന്നതാണല്ലോ ആവശ്യം. ഇതിലെ വീഴ്ച പുറത്തു കൊണ്ടുവരാൻ സഹായിക്കുന്നതാണോ ഈ ആവശ്യങ്ങൾ? എന്താണ് വിവരങ്ങൾ? 2023 മെയ് 7 ഈ നാടിനെ നടുക്കിക്കൊണ്ട് താനൂർ ബോട്ട് അപകടം ഉണ്ടാകുന്നു. അതിന് പിന്നാലെ ഈ ബോട്ടിന്റെ സാഹചര്യം സംബന്ധിച്ച് വലിയ ചർച്ചകൾ അന്ന് തന്നെ ഉയർന്നു വന്നതാണ്. ഇതൊരു മത്സ്യബന്ധന ബോട്ടായിരുന്നു. പിന്നീട് അത് ഇത്തരത്തിലുള്ള ടൂറിസം ആവശ്യത്തിന് വേണ്ടി വിനിയോഗിക്കുകയായിരുന്നു. ആരാണ് ഇത്തരത്തിൽ ഈ ബോട്ടിന് ഒരു അനുമതി നൽകിയത് എന്നുള്ള കാര്യത്തിലേക്ക് ആ ഘട്ടത്തിൽ തന്നെ ചർച്ചകൾ ഉയർന്നു വന്നതാണ്. ഏറ്റവും ഒടുവിൽ ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് വീണ്ടും ആ ചർച്ച സജീവമാകുന്ന സാഹചര്യം ഉണ്ടായി. അതായത് താനൂരിലെ MLA മന്ത്രിയുമായിരുന്ന വി അബ്ദുറഹ്മാനോടൊപ്പം തന്നെ തുറമുഖ വകുപ്പ് മന്ത്രിയായിരുന്ന അഹമ്മദ് ദേവർകോവിലുമാണ് ഈ അനുമതി നൽകിയത് എന്നുള്ള തരത്തിലായിരുന്നു യൂത്ത് ലീഗ് വലിയ ആരോപണം ഉന്നയിച്ചിരുന്നത്. അക്കാലത്ത് ഒരു ജുഡീഷ്യൽ അന്വേഷണം ഇക്കാര്യത്തിൽ നടക്കുകയും അതിന്റെ റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തു. പക്ഷേ ആ റിപ്പോർട്ടിന്മേൽ പിന്നീട് തുടർ നടപടികളോ ചർച്ചകളോ ഒന്നും തന്നെ ഉണ്ടായില്ല. ഇപ്പോൾ UDF സർക്കാർ വന്നപ്പോൾ യൂത്ത് ലീഗ് ആദ്യം തന്നെ ഈ കാര്യം ഉന്നയിക്കുകയാണ് മുഖ്യമന്ത്രിക്ക് മുന്നിൽ. കഴിഞ്ഞ ദിവസം താനൂർ MLA PK നവാസിനോടൊപ്പം ചേർന്ന് യൂത്ത് ലീഗ് നേതാക്കൾ മുഖ്യമന്ത്രിയെ തിരുവനന്തപുരത്തെത്തി കാണുകയും അദ്ദേഹത്തിനൊരു നിവേദനം നൽകുകയും ചെയ്തു. ഈ താനൂർ ബോട്ട് അപകടത്തിലെ വി അബ്ദുറഹ്മാന്റെയും അതോടൊപ്പം തന്നെ മുൻ തുറമുഖ വകുപ്പ് മന്ത്രിയായിരുന്ന അഹമ്മദ് ദേവർകോവിലിന്റെയും പങ്ക് അന്വേഷിക്കണം. ഈ ബോട്ടിന് എങ്ങനെ ഈ അറ്റ്ലാന്റിക് എന്ന ഈ ബോട്ടിന് എങ്ങനെയാണ് ടൂറിസം പെർമിറ്റ് ലഭിച്ചത് എന്ന കാര്യത്തിൽ അന്വേഷണം വേണം എന്നുള്ളതാണ് അവരുടെ പ്രധാനപ്പെട്ട ആവശ്യം. ഈ കേസിലൊരു പുനരന്വേഷണം വേണം എന്നുള്ളതാണ് അവർ മുന്നോട്ട് വെച്ചിട്ടുള്ള ആവശ്യം. അക്കാര്യത്തിൽ അനുഭാവപൂർവ്വമായി പരിഗണിക്കുമെന്നുള്ള ഉറപ്പ് മുഖ്യമന്ത്രി നൽകിക്കഴിഞ്ഞു എന്ന് മാത്രമല്ല, ഈ അപകടത്തിൽ പരിക്കേറ്റ നിരവധി ആളുകളുണ്ട്. അതിൽ പലർക്കും ചികിത്സാ സഹായം പോലും ലഭിച്ചില്ല എന്നുള്ള ആരോപണം കൂടി അവർ ഉന്നയിക്കുന്നുണ്ട്. ഇക്കാര്യം കൂടി ഒരു വിഷയമായി യൂത്ത് ലീഗ് മുസ്ലിം യൂത്ത് ലീഗ് അറിയിച്ചിട്ടുണ്ട്. ഇക്കാര്യത്തിൽ തുടർ നടപടി ഉണ്ടാകുമെന്ന ഉറപ്പാണ് മുഖ്യമന്ത്രി നൽകുന്നത്. GK. ശരി, നിഖിൽ പ്രമേഷ് മലപ്പുറത്ത് നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.